കലങ്ങിമറിഞ്ഞ രാഷ്ട്രീയ സാഹചര്യവുമായാണ് കർണാടക ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊരുങ്ങുന്നത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായതിന്റെ ആത്മവിശ്വാസത്തിൽ ബി.ജെ.പിയും ജനതാദൾ സെക്യുലറുമായുള്ള സഖ്യത്തിൽ പ്രതീക്ഷയർപ്പിച്ച് കോൺഗ്രസും തയ്യാറെടുത്തു കഴിഞ്ഞു. ഇടതടവില്ലാതെ രാഷ്ട്രീയ നാടകങ്ങൾ അരങ്ങ് തകർക്കുന്ന സംസ്ഥാനമാണ് കർണാടക. ദക്ഷിണേന്ത്യയിൽ ബി.ജെ.പിക്ക് കാര്യമായ വളക്കൂറുള്ള കർണാടക ഒരിക്കൽ കൂടി തിരഞ്ഞെടുപ്പിനൊരുങ്ങുമ്പോൾ അന്തർനാടകങ്ങൾ ചില്ലറയല്ല. നിയമസഭയിൽ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായ ബി.ജെ.പിയെ പ്രതിപക്ഷത്തിരുത്തി മന്ത്രിസഭ രൂപീകരിക്കാനായെങ്കിലും അതേ സഖ്യവുമായി തിരഞ്ഞെടുപ്പിനൊരുങ്ങുന്നുണ്ടെങ്കിലും കോൺഗ്രസിനും ജനതാദൾ സെക്യുലറിനും കാര്യങ്ങൾ അത്ര പന്തിയല്ല. ബി.ജെ.പിയെ അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്തുക എന്ന ലക്ഷ്യം വെച്ച് തിരഞ്ഞെടുപ്പിന് ശേഷം രൂപപ്പെട്ടതായിരുന്നു കോൺഗ്രസ് ജനതാദൾ സഖ്യം. വെറും 37 സീറ്റ് നേടിയ ജനതാദൾ എസിന് മുഖ്യമന്ത്രി പദവി നൽകി 80 സീറ്റ് നേടിയ കോൺഗ്രസ് ഇതിനായി വിട്ടുവീഴ്ച ചെയ്തു. ഇത് എത്ര കാലം നീണ്ടു നിൽക്കുമെന്ന് ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ശേഷം അറിയാം. ആകെയുള്ള 224 നിയമസഭാ സീറ്റുകളിൽ 104 എണ്ണത്തിൽ വിജയിച്ച് ബി.ജെ.പി ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി. കോൺഗ്രസ് 80ഉം JDS 37 സീറ്റുകൾ നേടി. ഒറ്റകക്ഷി എന്ന ബലത്തിൽ BS യെദ്യൂരപ്പ മുഖ്യമന്ത്രി പദത്തിലേക്ക് നടന്നെടുത്തെങ്കിലും ഭരണം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ബി.ജെ.പിയുടെ കഠിന പരിശ്രമം ഫലവത്തായില്ല. ഗോവയടക്കമുള്ള സംസ്ഥാനങ്ങളിൽ ബി.ജെ.പി പയറ്റിയ തന്ത്രം കോൺഗ്രസ് അതേപടി തിരിച്ചടിച്ചു. 37 സീറ്റുകൾ മാത്രം നേടിയ ജനതാദൾ സെക്യുലറിനെ മുൻനിർത്തി മന്ത്രിസഭ രൂപീകരിച്ചു. JDS നേതാവ് കുമാരസ്വാമി മുഖ്യമന്ത്രിയാവുകയും ചെയ്തു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി 104 സീറ്റുമായിട്ട് ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി. പിന്നീട് കോൺഗ്രസും JDSഉം കൂടി സഖ്യം ഒരു തെരഞ്ഞെടുപ്പ് റിസൾട്ടിന് ശേഷം ഒരു സഖ്യം ഉണ്ടാക്കിയിട്ട് ബി.ജെ.പി അധികാരത്തിലേറി, പക്ഷേ ഭൂരിപക്ഷം തെളിയിക്കാനായില്ല. തിരിച്ചിറങ്ങി കോൺഗ്രസും JDSഉം ചേർന്നിട്ട് ഭരണം ഏറ്റെടുത്തു. മന്ത്രിസഭാ രൂപീകരണ സമയത്തും പിന്നീടും മറുപാർട്ടിയിലെ MLA-മാരെ ചാക്കിട്ട് പിടിക്കാനും സ്വന്തം MLA-മാരെ പാളയത്തിൽ പിടിച്ചു നിർത്താനും പാർട്ടികൾ നടത്തിയ നാടകങ്ങൾക്ക് രാജ്യം സാക്ഷ്യം വഹിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വോട്ട് ഷെയർ പ്രകാരം വ്യക്തമായ മേൽക്കൈ ബി.ജെ.പിക്കുണ്ട്. എന്നാൽ അന്നില്ലാതിരുന്ന JDS സഖ്യം ഇന്ന് തുണക്കുമെന്ന പ്രതീക്ഷയിലാണ് കോൺഗ്രസ്. രണ്ടായിരത്തി 2013 നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വ്യക്തമായ ഭൂരിപക്ഷം നേടി കോൺഗ്രസ് അധികാരത്തിൽ വന്നിരുന്നെങ്കിലും തൊട്ടടുത്ത വർഷം നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിക്ക് തന്നെയായിരുന്നു മേൽക്കൈ. 28ൽ 17 സീറ്റാണ് 2014 ബി.ജെ.പി നേടിയത്. 9 കോൺഗ്രസും 2 സീറ്റുകൾ JDSഉം നേടി. 2018ലും തങ്ങൾക്ക് ലഭിച്ച മേൽക്കൈ ഇത്തവണയും ആവർത്തിക്കാമെന്ന പ്രതീക്ഷയിൽ ബി.ജെ.പി തെരഞ്ഞെടുപ്പിനൊരുങ്ങുമ്പോൾ സഖ്യപ്രതീക്ഷയിലാണ് കോൺഗ്രസ്. സഖ്യമെന്ന പ്രതീക്ഷ കോൺഗ്രസ് വച്ചുപുലർത്തുമ്പോഴും ഇത് താഴെത്തട്ടിൽ പ്രതിഫലിക്കുന്നില്ല. തിരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ഏർപ്പെടുക എന്നതിലുപരി ഓരോ മണ്ഡലത്തിലെയും പ്രശ്നങ്ങൾ തീർക്കുക എന്നതിലാണ് നേതാക്കൾ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ജനതാദളിന് കൂടുതൽ സ്വാധീനമുള്ള മൈസൂർ ബെൽറ്റിൽ എക്കാലത്തും ശത്രുക്കളായിരുന്നു ഇരു പാർട്ടികളും. കോൺഗ്രസും JDSഉം അവർക്ക് ശക്തമായി വേരോട്ടമുള്ള മണ്ഡലങ്ങൾ അത് കർണാടകയുടെ ഈ ദക്ഷിണ ഭാഗത്തുള്ള ജില്ലകളാണ്. ഈ ജില്ലകളിൽ പരമ്പരാഗതമായിട്ട് കോൺഗ്രസും JDSഉം തന്നെയാണ് എതിരാളികൾ. ഇങ്ങനെ വരുന്ന സമയത്ത് ഈ പരമ്പരാഗതമായി ശത്രുക്കളായി നിൽക്കുന്ന രണ്ട് പാർട്ടികൾ ഒരു സുപ്രഭാതത്തിൽ രാഷ്ട്രീയ ഐക്യം പ്രഖ്യാപിച്ച് മത്സരരംഗത്തിലേക്ക് വരുമ്പോൾ അത് നേതാക്കൾക്ക് സ്വീകാര്യമാണെങ്കിലും, അത് ഏതൊക്കെ രാഷ്ട്രീയ അടവുനയത്തിൻ്റെ ഭാഗമായിട്ട് അത് നേതാക്കൾ സ്വീകരിക്കുന്നുണ്ടെങ്കിലും, പക്ഷേ സാധാരണക്കാരായ അണികൾ അത് ഉൾക്കൊള്ളുന്നില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ കാണിക്കുന്നത്. ബി.ജെ.പിയാണ് പ്രധാന ശത്രു എന്നതിൽ ഇരു പാർട്ടി നേതാക്കളും ഒരുമിക്കുമ്പോൾ താഴെത്തട്ടിൽ ഇത് പ്രതിഫലിക്കുന്നില്ല. ഈ മേഖലകളൊക്കെ കോൺഗ്രസിനും JDSനും ഒരുപോലെ ശക്തിയുള്ള മണ്ഡലങ്ങളാണ്. ഇവിടെ ബി.ജെ.പി ഒന്നുമല്ല. ബി.ജെ.പിക്ക് വളരെ തുച്ഛം വോട്ട് ഷെയറേ ഉള്ളൂ ഈ മേഖലകളിലൊക്കെ. അവിടെ പരമ്പരാഗതമായിട്ട് മത്സരിച്ച് വരുന്നത് JDSഉം കോൺഗ്രസുമാണ്. അപ്പോൾ ഇവരവിടെ ഒന്നിക്കുന്നതോട് കൂടിയിട്ട് ബി.ജെ.പിയെ കൂളായിട്ട് പുറന്തള്ളാൻ കഴിയും ഈ മണ്ഡലങ്ങളിലൊക്കെ. പക്ഷേ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ സഖ്യത്തെ ഉൾക്കൊള്ളാൻ അണികൾക്ക് കഴിയുന്നില്ല. തങ്ങളുടെ ശത്രുക്കൾക്കായി പ്രചരണം നടത്താൻ ഇരു പാർട്ടികളിലെയും അണികൾക്കുള്ള പ്രയാസം ഫലം എന്താകുമെന്ന് നേതാക്കളെയും കുഴക്കുന്നു. കുറഞ്ഞ ശതമാനം മാത്രമാണ് ഇങ്ങനെ എന്നാണ് നേതാക്കൾ പറയുന്നത്. And there some 10% of workers are creating problem, and that gets highlighted a lot in the media. Otherwise 90% is fine. Some out of 100 people, if 1 or 2 people say something, that gets lot of publicity. That is what is happening.
But that also will be sorted out now in a few days, and we'll see everybody is on board. മാണ്ഡ്യയിലാണ് കാര്യങ്ങൾ കൂടുതൽ ഗുരുതരം. സഖ്യധാരണ പ്രകാരം സിറ്റിംഗ് സീറ്റ് എന്ന നിലയിൽ JDS ആണ് ഇവിടെ മത്സരിക്കുന്നത്. മുഖ്യമന്ത്രി പുത്രൻ നിഖിൽ കുമാരസ്വാമിയാണ് സഖ്യ സ്ഥാനാർത്ഥി. എന്നാൽ കോൺഗ്രസ് നേതാവായിരുന്ന നടൻ അംബരീഷിന്റെ ഭാര്യ നടി സുമലത സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി വന്നതോടെ കാര്യങ്ങൾ കൂടുതൽ കുഴഞ്ഞുമറിഞ്ഞു. മാണ്ഡ്യയിലെ കോൺഗ്രസ് മനസ്സിൽ അടിയുറച്ച അംബരീഷ് സ്നേഹം വോട്ടാക്കാൻ സുമലത ഒറ്റക്കല്ല. പ്രാദേശിക കോൺഗ്രസ് നേതൃത്വം ഒറ്റക്കെട്ടായി സുമലതയ്ക്ക് പിന്നിൽ അണിനിരന്നു. The Congress party workers are solidly supporting me, and I have the support of BJP party as well, who have announced their support to me. Also the Farmers Association called Raith Sangha, they have also extended their support to me. So it is an indication of the kind of respect and love that Mr. Amrish had earned in his lifetime. That shows all these parties coming together in support of me. സാഹചര്യം മുതലെടുക്കാൻ BJPയും രംഗത്തെത്തി. സ്ഥാനാർത്ഥിയെ നിർത്താതെ സുമലതക്കായി പ്രചാരണത്തിനിറങ്ങുമ്പോൾ താമരയും കൈപ്പത്തിയും തോളോട് തോൾ ചേർന്നു. മാണ്ഡ്യയിൽ സംഭവിച്ചതെന്ന് വെച്ചാൽ മാണ്ഡ്യയിൽ സുമലതയെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് ഉയർത്തിക്കൊണ്ടുവന്നിട്ടുള്ളത് അവിടുത്തെ ചില കോൺഗ്രസ്സുകാരാണ്, പ്രാദേശിക കോൺഗ്രസ് നേതൃത്വമാണ്. മുൻ MLA മാരുണ്ട് ആ കൂട്ടത്തിൽ. അവരൊന്നും മുന്നണിയിലില്ല എന്നുള്ളൂ. എന്നാൽ പിന്നണിയിൽ നിന്നുകൊണ്ട് സുമലതയെ പിന്തുണയ്ക്കുകയും അവരുടെ സ്ഥാനാർത്ഥിത്വം ഉയർത്തിക്കൊണ്ടുവരികയും അവരെ മാണ്ഡ്യയിൽ തന്നെ ഉറപ്പിച്ച് നിലനിൽക്കുകയും ചെയ്തതിൽ അവിടുത്തെ മുൻ MLA മാരായ കോൺഗ്രസ്സുകാർക്ക് പങ്കുണ്ട്. അത് കോൺഗ്രസ് നേതൃത്വത്തിന് അറിയാം. ഇപ്പോൾ ഏകദേശം 9ഓളം പേർക്കെതിരെ നേതാക്കൾക്കെതിരെ നടപടി സ്വീകരിച്ചു. പാർട്ടി പ്രവർത്തകർക്കെതിരെ എത്ര പേർക്കെതിരെ ഇവർക്ക് നടപടി സ്വീകരിക്കുന്നു. ഈ മാണ്ഡ്യയിൽ സുമലതയുടെ പ്രചാരണങ്ങൾ നടക്കുന്നിടത്ത് BJPയുടെയും കോൺഗ്രസിനെയും കൊടിയാണ് ഒന്നിച്ച് വീശിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതൊരു സാഹചര്യം. സുമലത ഒരു സ്റ്റാറാണ്. അംബരീഷ് സാറിൻ്റെ ഭാര്യയാണ്, കോൺഗ്രസ്സുകാരിയായിരുന്നു. അവർ സ്വതന്ത്രമായിട്ട് മത്സരിക്കുകയാണ്. അപ്പോൾ അംബരീഷ് സാറിൻ്റെ ജന്മസ്ഥലമായതുകൊണ്ട് അവിടെ കോൺഗ്രസിൻ്റെ കുറച്ച് പ്രവർത്തകരൊക്കെ അവരുടെ കൂടെയുണ്ട്. പ്രത്യേകിച്ച് അവരുടെ കൂടെ ആൾക്കൂട്ടം കാണുന്നത് സ്റ്റാർ വാല്യൂയാണ്. എവിടെ സ്റ്റാർ പ്രധാനപ്പെട്ട കർണാടകത്തിലെ പ്രധാനപ്പെട്ട സ്റ്റാറുകൾ പലരും വരുമ്പോൾ ജനക്കൂട്ടം ഉണ്ടാവും. പക്ഷെ അതൊന്നും വോട്ടായി മാറുമെന്ന് പ്രതീക്ഷിക്കേണ്ട. തീർച്ചയായും JDSൻ്റെ കാൻഡിഡേറ്റ് മണ്ഡ്യയിൽ ജയിക്കും. തങ്ങളുടെ സിറ്റിംഗ് സീറ്റായ മാണ്ഡ്യയും ഹാസനും സ്വന്തം പേരക്കുട്ടികൾക്ക് വീതിച്ച് നൽകിയ ദേവഗൌഡയുടെ നടപടി JDSന് അകത്തുണ്ടാക്കിയ അസ്വസ്ഥതകൾ വേറെയുണ്ട്. ഹാസനിലും മാണ്ഡ്യയിലും നടന്ന ഇവരുടെ സ്ഥാനാർത്ഥിത്വ പ്രഖ്യാപനത്തിൽ ദേവഗൌഡ പൊട്ടിക്കരഞ്ഞു. ദേവഗൌഡ പറയുന്നത് ഇത് മക്കളെ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവരാനല്ല ഇത് ചെയ്തിട്ടുള്ളത്. ഞാൻ പലരെയും രാഷ്ട്രീയത്തിലേക്ക് കൈപിടിച്ച് കയറ്റിയിട്ടുണ്ട്. എൻ്റെ മക്കൾ മാത്രം രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരുമ്പോൾ എന്തിനാണ് എന്നെ കുറ്റപ്പെടുന്നത്? എൻ്റെ കൈപിടിച്ച് ഒരുപാട് നേതാക്കൾ പാർട്ടിയിലേക്ക് കടന്നിട്ടുണ്ട്. മറ്റു പാർട്ടി സിദ്ധരാമയ്യ അടക്കം ദേവഗൌഡ ഇതിൽ വന്നിട്ടുള്ള ആളുകളാണ്. അപ്പോൾ മക്കളുടെ രാഷ്ട്രീയത്തെ അവരങ്ങനെയാണ് അതിനെ പ്രതിരോധിക്കുന്നത്. പക്ഷേ ഇത് പ്രചാരണത്തിൽ ഇത് BJP ഉപയോഗിക്കുമ്പം അവർക്ക് ഫലപ്രദമായിട്ട് ഇതിനെ തടയാൻ കഴിയില്ല. മുതിർന്ന നേതാവെന്ന നിലയിൽ വിജയം ഉറപ്പുള്ള മണ്ഡലം തന്നെ വേണമായിരുന്നു ദേവഗൌഡക്ക് മത്സരിക്കാൻ. ചോദിച്ചു വാങ്ങിയ 8 സീറ്റുകളിൽ മത്സരിക്കാൻ ആളില്ലാതെ ഒന്ന് തിരിച്ചു കൊടുത്ത JDS ദേവഗൌഡക്കായി തുംകൂർ വിലപേശി വാങ്ങി. 12 സീറ്റ് ചോദിച്ചു വാങ്ങിയ JDS പിന്നീട് 8 സീറ്റ് മതിയെന്ന് പറയുകയാണ്. പക്ഷേ ഈ 8 സീറ്റിലും മത്സരിക്കാൻ സ്ഥാനാർത്ഥികളില്ലാതെ JDS വലയുന്നതാണ് അവസാന ചിത്രമാകുമ്പോഴേക്കും നമ്മൾ കാണുന്നത്. 8 സീറ്റിൽ നിർത്താൻ പറ്റിയ സ്ഥാനാർത്ഥികൾ JDSനില്ല. എന്നുവെച്ചാൽ JDSന് സ്ട്രോങ് ഹോൾഡായിട്ടുള്ള മണ്ഡലങ്ങളല്ല ഈ ചോദിച്ചു വാങ്ങിയ മണ്ഡലങ്ങൾ. അവിടെ എങ്ങനെ JDSൻ്റെ സ്ഥാനാർത്ഥികളെ നിർത്തും? സ്വാഭാവികമായിട്ടും അവർ ചെയ്തത് ഒരു മണ്ഡലത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ JDS ചിഹ്നത്തിൽ മത്സരിപ്പിക്കാം. അത് ചിക്മംഗളൂരു ഉടുപ്പി ചിക്മംഗളൂരു മണ്ഡലത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി പ്രമോദ് മധുരാജാണ് JDS ചിഹ്നത്തിൽ മത്സരിക്കുന്നത്. അസ്വസ്ഥരായ തുംകൂരിലെ കോൺഗ്രസ് പ്രവർത്തകരെ സമാധാനിപ്പിക്കേണ്ട സാഹചര്യവും നേതാക്കൾ നേരിടുന്നു. ഒരു സീറ്റിൽ വിമതം വന്നു. കോൺഗ്രസിൻ്റെ സിറ്റിംഗ് MP ആയിട്ടുള്ള മുദ്ദേ ഹനുമഗൌഡ അയാൾ രംഗത്ത് വന്നു. ഇയാൾക്കെതിരെ പത്രിക കൊടുത്തു. ഈ മുദ്ദേ ഹനുമഗൌഡയ്ക്ക് പിന്തുണയായിട്ട് മുൻ കോൺഗ്രസ് MLA KN രാജണ്ണ വന്നു. ഈ രാജണ്ണയും പത്രിക കൊടുത്തു. ഇവർ
പത്രിക പിൻവലിക്കേണ്ട അവസാന ദിവസം ആണ് അനുനയ ചർച്ചയൊക്കെ നടത്തി അവസാനം ഇവർ തൽക്കാലം പിൻവലിച്ചത്. എന്നാലും ഇപ്പോൾ തുംകുരുവിൽ പ്രശ്നങ്ങൾ അടങ്ങിയിട്ടില്ല. ദേവഗൗഡൻ്റെ പ്രചാരണത്തിന് വേണ്ടിയിട്ട് മുദ്ദഹൻ ഗൗഡയും രാജണ്ണയും രംഗത്തില്ല. ഓരോ മണ്ഡലത്തിലും വ്യത്യസ്ത പ്രശ്നങ്ങളും സഖ്യം നേരിടുന്നു. സിറ്റിംഗ് സീറ്റായ ചാമരാജ് നഗർ കോൺഗ്രസിന് നഷ്ടപ്പെടുമെങ്കിൽ കാരണം JDSനൊപ്പം BSPയുമായിരിക്കും. ചാമരാജ് നഗർ കോൺഗ്രസിന് സിറ്റിംഗ് മണ്ഡലമാണ്. പിന്നാക്കക്കാർക്ക് കൂടുതൽ വോട്ടുള്ള ഒരു മണ്ഡലമാണ്. അവിടെ കോൺഗ്രസിനെതിരെ BSPയും BJPയും മത്സരിക്കുന്നുണ്ട്. കോൺഗ്രസിൻ്റെ സിറ്റിംഗ് മണ്ഡലമാണ്. അവിടെ BSPയും BJPയും കോൺഗ്രസിനെതിരെ മത്സരിക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ പിന്നെ JDSൻ്റെ മുഴുവൻ വോട്ടും കോൺഗ്രസ്സിന് കിട്ടിയാൽ കോൺഗ്രസ്സിന് ആ സീറ്റ് നിലനിർത്താൻ കഴിയും. പക്ഷേ അവിടെ JDSൻ്റെ മുഴുവൻ വോട്ടും കോൺഗ്രസ്സിന് കിട്ടുമോ എന്നുള്ള കാര്യത്തിലാണ് സംശയം. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BSPയുടെ കൂടെ സഖ്യമായിരുന്നു JDS. സ്വാഭാവികമായിട്ടും കോൺഗ്രസിനോട് എതിർപ്പുള്ള JDSൻ്റെ വോട്ടുകൾ ചാമരാജ് നഗറിലെ BSP സ്ഥാനാർത്ഥിക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. ആ BSP ചാമരാജ് നഗർ എന്നുള്ളതല്ല, എല്ലാ മണ്ഡലങ്ങളിലും BSP സ്ഥാനാർത്ഥിയെ നിർത്തുന്നുണ്ട്. അത് അവരുടെ ദേശീയ പദവിയുടെ അത് തിരിച്ചു പിടിക്കാനുള്ള അതിൻ്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ ഈ സഖ്യത്തോട് കോൺഗ്രസിൻ്റെയും JDSൻ്റെയും സഖ്യത്തോട് BSP വിട്ടിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ കുറേ ഈ സഖ്യത്തിനുള്ളിലെ പ്രശ്നങ്ങളെ കൂടാതെ BJPയെ ഒന്നിച്ച് നേരിടുമ്പോൾ തന്നെ ഈ കോൺഗ്രസ് പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിൽ ഇത്തരം ചില വോട്ട് ചെതറുന്ന ചില വിഷയങ്ങൾ കൂടി BSP അടക്കമുള്ള ചില പാർട്ടികളുടെ സമീപനങ്ങൾ കൊണ്ട് വോട്ട് ചെതറുന്ന വിഷയങ്ങൾ കൂടി ഇവർ സഖ്യത്തിന് നേരിടുന്നുണ്ട്. JDSന്റെ സിറ്റിംഗ് സീറ്റായ ഹാസനിൽ JDS വിമതനെയാണ് BJP സ്ഥാനാർത്ഥിയാക്കിയത്. ഈ ഹാസനിൽ സംഭവിക്കുന്നത് ഈ JDSനും കോൺഗ്രസിനുള്ളിലെ പ്രശ്നം തന്നെ. ഹാസനിലെ BJP സ്ഥാനാർത്ഥി മുൻ കോൺഗ്രസ് മന്ത്രിയായിട്ടുള്ള A. മഞ്ജു ആണ്. A. മഞ്ജു BJP BJPയിലേക്ക് പോകാൻ കാരണം ദേവഗൗഡ 5 വട്ടം തുടർച്ചയായിട്ട് മത്സരിച്ച് ജയിച്ച മണ്ഡലമാണ് ഹാസൻ JDSൻ്റെ ഉറച്ച മണ്ഡലമാണ്. നിലവിലെ 2 സീറ്റിൽ ഒന്ന് മാണ്ടിയും ഒന്ന് ഹാസനുമാണ് JDSനുള്ളത്. വീണ്ടും ദേവഗൗഡയെ സ്ഥാനാർത്ഥിയാക്കിയാൽ മഞ്ജു കോൺഗ്രസിൽ നിലനിൽക്കുന്നു. ദേവഗൗഡ അല്ല, അവിടെ മറ്റൊരാളാണ് സ്ഥാനാർത്ഥിയായി വരുന്നതെങ്കിൽ പാർട്ടി വിടുന്നുള്ള ഭീഷണി മുഴക്കിയ ആളാണ് A. മഞ്ജു. സ്വാഭാവികമായിട്ടും ഹാസനിൽ സ്ഥാനാർത്ഥിയായത് ദേവഗൗഡയുടെ മരുമകനാണ്, പേരക്കുട്ടിയാണ് പ്രജ്വൽ രേവണ്ണ. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് സീറ്റിനായിട്ട് പ്രജ്വൽ രേവണ്ണ ശ്രമിച്ചിരുന്നു, അത് കൊടുത്തില്ല. അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് സീറ്റ് തരാമെന്ന് പറഞ്ഞ് സാന്ത്വനിപ്പിച്ച് നിർത്തിയതാണ്. കൊടുത്തു. ഇത്തവണ ഹാസനിൽ സീറ്റ് കൊടുത്തു. സ്വാഭാവികമായിട്ടും A. മഞ്ജു മുൻ മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുടെ അടുപ്പക്കാരനാണ്. പക്ഷേ അയാൾ പഴയ BJPക്കാരനും കൂടിയാണ് കേട്ടോ. മുമ്പ് BJPയിലായിരുന്ന A. മഞ്ജു കോൺഗ്രസിലേക്ക് വന്നിട്ട് തിരിച്ചു പോയതാണ്. മഞ്ജു വീണ്ടും BJPയിലേക്ക് പോയി BJP സ്ഥാനാർത്ഥിയായിട്ട് ഹാസനിൽ JDSനെതിരെ മത്സരിക്കുകയാണ്. ഈ മഞ്ജുവിൻ്റെ അനുയായികളായിട്ടുള്ള മഞ്ജുവിനോട് അടുപ്പമുള്ള എന്നാൽ JDSനോട് വെറുപ്പുള്ള കോൺഗ്രസിൻ്റെ കുറച്ച് ആളുകളും അവരുടെ കൂടെയുണ്ട്. BJPയുടെ സപ്പോർട്ടുണ്ട്. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും സഖ്യം വഴി വിജയിക്കാനാവുമെന്ന് പ്രതീക്ഷിക്കുന്ന കുറച്ച് മണ്ഡലങ്ങളുണ്ട്. ഇവിടെ തന്നെ മണ്ഡ്യ തോറ്റത് 6000 വോട്ടിന്, 5000 ചില്ലറ വോട്ടുകൾക്കാണ് മണ്ഡ്യ രമ്യ തോറ്റത്. അങ്ങനത്തെ പല സീറ്റുകൾ മൈസൂർ തോറ്റത്. മൈസൂർ കുടക്, ദാവങ്കരെ, തുംകൂർ, ശിവമൊഗ്ഗ, ചിത്രദുർഗ, ബംഗളൂരു നോർത്ത് എന്നീ മണ്ഡലങ്ങളിലെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ വോട്ട് വിഹിതം വെച്ച് നോക്കിയാൽ ഇത്തവണ സഖ്യത്തിന് ജയിക്കാനാവും. Our alliance is going to sweep Old Mysore region, Hyderabad Karnataka region, and will do well in the Mumbai Karnataka region. So definitely we are looking at 20 plus, and still 2 more weeks to go. A lot of momentum is picking up now. So next few days we'll see a lot of momentum gathering, both party cadre working together. So we'll see a very good result for the alliance in Karnataka. ബംഗളൂരു സെൻട്രലിൽ ഇതേ സാഹചര്യം ഉണ്ടായിരുന്നുവെങ്കിലും നടൻ പ്രകാശ് രാജിന്റെ വരവോടെ സാധ്യത കയ്യാലപ്പുറത്തായി. മതേതര മോഡി വിരുദ്ധ വോട്ടുകൾ കുറെ പ്രകാശ് രാജിന് പോയാൽ BJPക്ക് അവിടെ കാര്യങ്ങൾ എളുപ്പമാകും. ആദ്യഘട്ടത്തിൽ കോൺഗ്രസ് പിന്തുണ തേടാൻ ശ്രമിച്ച് പരാജയപ്പെട്ട പ്രകാശ് രാജ് ഇപ്പോൾ പറയുന്നത് ഇങ്ങനെയാണ്. ದಿನ್ನೂರಿನ ಎಲ್ಲಾ ಗ್ರಾಮಸ್ಥರು ದಯಮಾಡಿ ಸಹಕಾರ ಕೊಡಬೇಕು. ಮಂಜುಳ ಮೋರೆ ಚೆನ್ನಾಗಿದ್ದೀರಾ? ಚೆನ್ನಾಗಿದ್ದೀರಾ? So all these political parties which have fooled, their bluff will be called in these elections. കോൺഗ്രസ് അംഗത്വം സ്വീകരിച്ച് പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കണമെന്ന ആവശ്യം പ്രകാശ് രാജ് നിഷേധിച്ചതോടെയാണ് രണ്ടും 2 വഴിക്കായത്.
ഓരോ തിരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും വോട്ട് വിഹിതത്തിൽ വർധനവ് വരുത്താൻ BJPക്ക് കഴിയുന്നുണ്ട്. വടക്കൻ കർണാടക, ഹൈദരാബാദ് കർണാടക എന്നീ മേഖലകൾ തന്നെയാണ് BJPയുടെ ശക്തി കേന്ദ്രം. ജാതി സമവാക്യങ്ങൾ ഏറെയുള്ള ഈ മേഖലകൾ ഇത്തവണയും തുണക്കുമെന്ന് BJP പ്രതീക്ഷിക്കുന്നു. ജാതി വോട്ടുകൾക്ക് നിർണായക സ്വാധീനമുള്ള വടക്കൻ കർണാടകയിലെ പ്രബല സമുദായങ്ങളെ തങ്ങൾക്കൊപ്പം നിർത്താൻ കുറച്ചുകാലമായി BJPക്ക് സാധിക്കുന്നു. ഈ സമുദായങ്ങളിൽ ഏറ്റവും പ്രധാനം ലിംഗായത്ത് വിഭാഗം തന്നെ. ഇവരുടെ വോട്ടുകൾ ഏകീകരിച്ച് നിർത്താനായത് മുതലാണ് BJP സംസ്ഥാനത്ത് ശക്തി പ്രാപിച്ചു തുടങ്ങിയത്. യെദിയൂരപ്പയുടെ നേതൃത്വത്തിൽ പയറ്റിയ ഈ തന്ത്രം ദക്ഷിണേന്ത്യയിൽ ആദ്യമായി ഒരു സംസ്ഥാന ഭരണം കൈയാളുന്നതിന് BJPയെ സഹായിച്ചു. ഇതേ വോട്ടുകൾ ലക്ഷ്യം വെച്ച് കോൺഗ്രസ് സിദ്ധരാമയ്യയുടെ നേതൃത്വത്തിൽ ചില ശ്രമങ്ങൾ നടത്തി. തങ്ങളെ ഒരു പ്രത്യേക മതമായി അംഗീകരിക്കണമെന്ന ആവശ്യം ലിംഗായത്തുകളിലെ ഒരു വിഭാഗം ആവശ്യപ്പെട്ടപ്പോൾ ഇത് നടപ്പാക്കാനായി കഴിഞ്ഞ കോൺഗ്രസ് സർക്കാർ മുന്നിട്ടിറങ്ങി. എന്നാൽ ഇത് പൂർത്തീകരിക്കാനായില്ലെന്ന് മാത്രമല്ല, തിരിച്ചടിയാവുകയും ചെയ്തു. ഈ ആവശ്യത്തിന് എതിരായിരുന്ന ലിംഗായത്ത് സമുദായത്തിൽപ്പെട്ട വീരശൈവ വിഭാഗം കോൺഗ്രസിനെതിരായത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചു. ഒരു വീരശൈവ സെക്ട് എന്നിട്ടൊരു സെക്ട് ഉണ്ട്. ആ സെക്ടിന് എതിരായിരുന്നു അന്ന് സിദ്ധരാമയ്യയുടെ ഗവൺമെൻറ് ലിംഗായത്ത് ഇഷ്യൂ ഒരു പ്രത്യേക റിലീജിയനായിട്ട് പ്രഖ്യാപിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചത്. ഏറ്റവും കൂടുതൽ എതിർത്തത് വീരശൈവാസാണ് ലിംഗായത്ത് സമാജത്തിൽ. അത് യഥാർത്ഥത്തിൽ ആ വീരശൈവ ഇഷ്യൂവിനെ മൊത്തം ലിംഗായത്ത് സമുദായത്തിനെപ്പോഴും സ്പ്ലിറ്റ് ചെയ്യിക്കാതെ ഒന്നിപ്പിക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ ഇലക്ഷനിൽ അവരുടെ വോട്ടുകൾ വാങ്ങാൻ വേണ്ടിയിട്ട് BJP കഴിഞ്ഞു. ലിംഗായത്ത് സമുദായത്തിൽപ്പെട്ടവരെ തന്നെ സ്ഥാനാർത്ഥിയാക്കാൻ ഇത്തവണ കോൺഗ്രസ് ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇത്തവണ മുസ്ലിം സമുദായത്തിൽപ്പെട്ടയാൾ സ്ഥാനാർത്ഥിയാകുമെന്ന് പ്രതീക്ഷിച്ച ധാർവാഡ് മണ്ഡലത്തിൽ അവസാന നിമിഷം ലിംഗായത്തിൽപ്പെട്ട വിനയ് കുൽക്കർണിക്ക് നറുക്കു വീണു. 3 തവണയായി ബ്രാഹ്മിൺ കാൻഡിഡേറ്റ് പ്രഹ്ലാദ് ജോഷിയാണ് വിജയിച്ചുകൊണ്ടിരുന്നത്. അത് കാരണം ഒരു ലിംഗായത്ത് കാൻഡിഡേറ്റിനെ ഇത്തവണ വിജയിപ്പിക്കണം എന്നുള്ള ഒരു മർമേഴ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. വീരശൈവ വിഭാഗത്തിന്റെ എതിർപ്പ് ഇത്തവണ ഉണ്ടാകില്ലെന്നാണ് കോൺഗ്രസ് കരുതുന്നത്. डिफरेंस ओपिनियन था, अभी तो कुछ नहीं, वो पूरा सॉल्व हो गया. अभी 2 दिन पहले ही वीरशैव जगत गुरु के पास जाके विनय कुलकर्णी उनका आशीर्वाद भी ले लिया. जगत गुरु भी बता दिया आप सबको लेके जाना, 100% आपको पूरा मेरा आशीर्वाद है बोल के बता दिया. सब लीडर्स वो थोड़ा डिफरेंट ये था इश्यू, अभी तो कुछ नहीं. എന്നാൽ എല്ലാ തവണത്തെയും പോലെ കോൺഗ്രസ് പിന്നോട്ടടിക്കുന്നത് തീരുമാനങ്ങളിലെ വൈകൽ കൊണ്ട് തന്നെയാണ്. Though it is strong BJP bashing, Congress made delay in announcing candidates. They had least time for campaigning. If you see in Dharwad district, as per data, a candidate if he campaigns for as per booths, if he campaigns around 30 booths a day, the candidate needs around 2 months, as per data. But after the announcement of the candidate got very least time. മോഡി സ്തുതിയുമായി BJP പ്രചാരണം നയിക്കുമ്പോൾ കേന്ദ്ര സർക്കാരിന്റെ പരാജയം ഉയർത്തിക്കാട്ടിയാണ് കോൺഗ്രസ് പരസ്യ പ്രചാരണം നടത്തുന്നത്. സംസ്ഥാന സർക്കാരിന്റെ ഭരണ നേട്ടങ്ങൾ ഉയർത്തിക്കാണിക്കാനും കോൺഗ്രസ് ശ്രമിക്കുന്നു. ജാതി സമവാക്യങ്ങൾ മുറുകെ പിടിക്കുമ്പോഴും വികസനവും കർഷക വിഷയങ്ങളും ചർച്ചകളിലും പ്രചരണങ്ങളിലും സജീവമായി നിലനിർത്താൻ പാർട്ടികൾ കഠിന പരിശ്രമം നടത്തുന്നുണ്ട്. ജാതി സമവാക്യങ്ങൾ, വോട്ട് ബാങ്കുകൾ, രാഷ്ട്രീയ അന്തർനാടകങ്ങൾ. കർണാടകയിലെ അനിശ്ചിതാവസ്ഥകൾ എന്ത് ഫലം നൽകുമെന്ന് മെയ് 23 അറിയാം.